ഇന്റർനെറ്റിനും ഇമെയിലിനും മുൻപ് ഒരു കാലമുണ്ടായിരുന്നു. പോസ്റ്റ്മാൻ നമ്മുടെ കൈകളിൽ നേരിട്ട് കത്തുകൾ എത്തിച്ചിരുന്ന കാലം. നമ്മുടെ മേൽവിലാസത്തിൽ നമ്മെ തേടി വന്നിരുന്ന എഴുത്തുകൾ ദൂരെ ജോലി ചെയ്യുന്ന അച്ഛൻ്റെയോ ബന്ധുക്കളുടെയോ പിന്നീട് ഒരു കാലത്ത് സുഹൃത്തുക്കളുടെയോ നമുക്ക് പ്രിയപ്പെട്ട മറ്റു ചിലരുടെയും സ്വന്തം കൈയക്ഷരത്തിൽ എഴുതിയ ആ കത്തുകൾ പോസ്റ്റ്മാൻ കൊണ്ടുവരുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടാകാറുണ്ടായിരുന്നു. ചെറിയ പ്രായത്തിൽ ജീവിതത്തിലെ ഒരുപാട് അഭിമാനം തോന്നിയ നിമിഷങ്ങളും ആദ്യത്തെ അംഗീകാരവുമായിരുന്നു സ്വന്തം പേരിൽ വന്ന കത്തുകൾ. സ്നേഹവും വാത്സല്യവും പ്രേമവും വിരഹ ദുഃഖവും ഒക്കെയുള്ള ചില കത്തുകൾ മതിയാകുവോളം വീണ്ടും വീണ്ടും വായിച്ചു. ചിലതൊക്കെ നിധി പോലെ കാത്തു സൂക്ഷിച്ചു. മറ്റു ചിലതൊക്കെ വെറും ഓർമ്മകൾ മാത്രമായി. ചിലതൊക്കെ മറന്നു. കാലം മാറിയപ്പോൾ, ടെക്നോളജി വളർന്നപ്പോൾ മറ്റെല്ലാത്തിനെയും പോലെ കത്തുകളും ഇമെയിലുകൾക്കും മെസ്സഞ്ചർ ആപ്ലിക്കേഷനുകൾക്കും വഴിമാറി. എന്നാലും പഴയ കത്തുകൾ ചിലപ്പോഴൊക്കെ വീണ്ടും തുറന്നെടുത്ത് വായിക്കാറുമുണ്ട്. ഒരു കാലത്ത് അക്ഷരങ്ങളിൽ വാത്സല്യം പുരണ്ട, നമ്മുടെ നെഞ്ചിടിപ്പ് കൂട്ടിയ ആശ്വാസകരമായ വാചകങ്ങളും സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിച്ച ചില സന്ദേശങ്ങളും മറക്കാനാകാത്ത ഒരുപാട് പേർ എന്നെപ്പോലെയും ഉണ്ടാകാം. മലപ്പുറത്തു നിന്നുള്ള റസ്ബിൻ അബ്ബാസ് എന്ന പെൺകുട്ടിക്ക് പറയാനുള്ളത് മറ്റൊരു കഥയാണ്. കൈവിട്ടു പോകുമെന്ന് കരുതിയ ജീവിതം അവൾ തിരികെ പിടിച്ചത് കത്തുകളിലൂടെയാണ്. റസ്ബിൻ ഇതിനോടകം ഒരുപാട് പേരോടും മാധ്യമങ്ങളോടും പറഞ്ഞ ആ കഥ നമുക്കായി വീണ്ടും പറയുകയാണ് ഈ എപ്പിസോഡിൽ. റസ്ബിൻ അബ്ബാസ്, കത്തുകളെ പ്രണയിക്കുന്ന പെൺകുട്ടി. നിങ്ങൾ കേൾക്കുന്നത് പോഡ്കാസ്റ്റ് ബൈ അരവിന്ദ് ചന്ദ്രശേഖർ. വെൽക്കം ടു പോഡ്കാസ്റ്റ് ബൈ അരവിന്ദ് ചന്ദ്രശേഖർ. റസ്ബിന്റെ സ്റ്റോറി ഞാനിപ്പോൾ പറഞ്ഞത് കത്തുകളെ പ്രണയിക്കുന്ന പെൺകുട്ടി എന്നാണ്. ഈ കത്തുകൾ എഴുതാനും അല്ലെങ്കിൽ ഈ 43 രാജ്യങ്ങളിലേക്ക് കത്തുകൾ അയക്കുക, അവിടുന്ന് കത്തുകൾ ഇങ്ങോട്ടേക്ക് കിട്ടുക, ഇതിന്റെയൊക്കെ എങ്ങനെയാണ്, ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? എനിക്ക് ഡ്യൂഡിലുകൾ വരയ്ക്കുന്നത് ഭയങ്കര അധികം ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വരച്ച നല്ല ഡ്യൂഡിലുകൾ എല്ലാം തന്നെ ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ എന്റെ ഒരു ഡ്യൂഡിൽ കണ്ടിട്ട് അമേരിക്കയിൽ നിന്ന് സാറ എന്ന് പറയുന്ന ഒരു മെക്സിക്കൻ ലേഡി എനിക്ക് മെസ്സേജ് ചെയ്യായിരുന്നു. എന്റെ ഡ്യൂഡിലുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ അവർക്ക് എന്റെ അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ എനിക്കൊരു ഗ്രീറ്റിംഗ് കാർഡ് അയക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ എത്തിയ ഗ്രീറ്റിംഗ് കാർഡിന് ഒരു കത്തിന്നായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള തുടക്കം. 43 രാജ്യങ്ങളിൽ നിന്ന് ഞാൻ പിന്നെ സുഹൃത്തുക്കളെ തേടി പിടിച്ച് കണ്ടെത്തുകയാണ് ചെയ്തത്. ഈ ഗ്രീറ്റിംഗ് കാർഡൊക്കെ ആദ്യമായിട്ട് അയക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഈ ഒരു ക്രാഫ്റ്റ്സിലേക്കും ഡൂഡിലേക്കും ഒക്കെ എത്താനുള്ള കാരണം എന്താ? 4 വർഷത്തോളം ഡിപ്രഷനിൽ ആയിപ്പോയ ഒരാളാണ് ഞാൻ. 4 വർഷത്തോളം എൻ്റെ വീടും റൂമും പിന്നീട് എൻ്റെ സ്കൂളും അല്ലാതെ മറ്റൊന്നിലേക്കും പോവാതെ ആരെയും കാണാതെ പുറത്തിറങ്ങാതെ ജീവിച്ച ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് റിക്കവർ ആവണമായിരുന്നു. എനിക്ക് എൻ്റെ സന്തോഷങ്ങൾ കണ്ടെത്തണമായിരുന്നു. എനിക്ക് എല്ലാം മറക്കണമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞതെല്ലാം എനിക്ക് മറക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വഴി കണ്ടെത്താൻ വേണ്ടിയാണ് ഞാൻ ക്രാഫ്റ്റിലേക്ക്, ഡ്യൂഡിലുകളിലേക്ക് എത്തിയത്. ഈ റസ്ബിന്റെ സ്റ്റോറി അതിനു മുമ്പുള്ള ഒരു സ്റ്റോറി എന്നോട് പറഞ്ഞിരുന്നു. അതായത് ഒരുപാട് ആളുകൾ അവഗണിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്തൊരു സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്ന ഡിപ്രഷനിലേക്കും ഒക്കെ പോയെന്ന് പറഞ്ഞു അല്ലെ? ആ ഒരു സ്റ്റോറിയിലേക്ക് ആ സ്റ്റോറി ഒന്ന് പറയാം. ആ ഒരു 4 വർഷക്കാലം എന്താണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള കാര്യം? എനിക്ക് 8 വയസ്സുള്ള സമയത്താണ് എൻ്റെ പാരൻസ് ഡിവോഴ്സ് ആവുന്നത്. ഡിവോഴ്സ് ആവുക എന്നല്ല, എൻ്റെ ഉപ്പയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറക്കി വിടുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മയുടെ വീട്ടിൽ വന്നു. എനിക്ക് അറിയില്ലായിരുന്നു എന്താ സംഭവിച്ചതെന്ന്, എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നോ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് 8 വയസ്സാണ് പ്രായം. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓക്കെ ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകും, പഴയ പോലെ ഞാൻ സ്കൂളിലേക്ക് പോകും, എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കും എന്നൊക്കെ വിചാരിച്ചെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഞാൻ ഇവിടെ പുതിയ സ്കൂളിൽ തന്നെ ചേർത്തു. അപ്പൊ സൊസൈറ്റി, നാട്ടുകാർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയോടും ഉപ്പയോടും ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. എന്തിനാ നിങ്ങൾ ഡിവോഴ്സ് ആയത്, എന്തായിരുന്നു നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്ന തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം അവർ എന്നോട് ചോദിച്ചു. ഒരു 8 വയസ്സായ പെൺകുട്ടിയാണ് ഞാൻ എന്നുള്ള ദാക്ഷിണ്യം പോലും ഇല്ലാതെ അവർ ഒരുപാട് മൊനവച്ച ചോദ്യങ്ങളായിരുന്നു എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത്. അവരൊരിക്കൽ പോലും ചിന്തിച്ചില്ല എനിക്ക് 8 വയസ്സാണ് പ്രായം എന്നുള്ളത്. കുറച്ചു കാലം ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന ഒരു 6ാം ക്ലാസ്സിലെത്തിയ സമയത്താണ് ഞാൻ ഡിപ്രഷനിലേക്ക് എത്തുന്നത്. ആദ്യമൊക്കെ എനിക്ക് എല്ലാത്തിനോടും വെറുപ്പായിരുന്നു, എല്ലാത്തിനോടും ദേഷ്യമായിരുന്നു, ആരെ കാണുന്നതും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല, നല്ല ഉപദ്രവിക്കുമായിരുന്നു ഞാൻ. പിന്നെ പതിയെ ഇത് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി, ഷിവറിങ് വരെ എത്തി. അതായത് കയ്യിലൊരു ഗ്ലാസോ പേനയോ പോലും പിടിക്കാൻ കഴിയാതെ അത്രയും ബുദ്ധിമുട്ടി.
സ്കൂളിൽ ഏറ്റവും നല്ല മാർക്ക് ഉണ്ടായിരുന്ന ഞാൻ D+ലേക്കും Eയിലേക്കും ആയിട്ട് മാറുകയാണ്. ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു പേന കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല. ഗ്ലാസ് കയ്യിൽ പിടിക്കുമ്പോൾ അത് തെന്നി താഴെ വീണ് പൊട്ടുകയാണ്. വിത്തിൻ സെക്കൻഡ്സിലേക്ക് എൻ്റെ മൈൻഡിലേക്ക് പഴയ കാര്യങ്ങൾ ഓർക്കുന്ന എന്റെ കൺമുന്നിൽ സംഭവിക്കുന്ന സമയങ്ങളിലായിരുന്നു എനിക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നത്, ഈ ഷിവറിങ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു 4 വർഷം ഞാൻ എൻ്റെ മുറിക്കകത്ത് സ്കൂളും പിന്നെ എൻ്റെ മുറിയും മാത്രമായിട്ട് കഴിഞ്ഞു. പുറത്തൊന്നും പോവാതെ, ഒരു കല്യാണത്തിന്, ഒരു ഫംഗ്ഷൻസിനൊന്നും പോവാതെ, ഒരാളെ പോലും കാണാതെ ഞാൻ 4 വർഷം ജീവിച്ചു. ഈ സമയത്തൊക്കെ സഹായിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നില്ലേ? ഇപ്പൊ സ്കൂളുകളിൽ ഇപ്പം ടീച്ചേഴ്സോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോ ഒക്കെ അവരൊക്കെ ഇത് എന്താണ് കാര്യമെന്ന് റസ്മിനോട് ചോദിച്ചില്ലേ? ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് അവളുടെ മാർക്ക് Eയിലേക്കും Dയിലേക്കും ഒക്കെ മാറുമ്പോൾ ഉറപ്പായിട്ടും ടീച്ചേഴ്സ് ചോദിക്കും, എങ്ങനെ ഈ കുട്ടിക്ക് ഇത്ര പെട്ടെന്ന് മാർക്ക് കുറഞ്ഞു? അവരത് അന്വേഷിക്കും. അങ്ങനെ അവർ അന്വേഷിച്ചു. എൻ്റെ ഉമ്മയും വീട്ടുകാരെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, അവള് ഡോക്ടറെ കാണിക്കണം, ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അങ്ങനെ തന്നെ ഞാൻ 4 വർഷത്തോളം ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടിയ സപ്പോർട്ട് വളരെ വലുത് തന്നെയാണ്. എനിക്ക് നോട്ട്സ് എഴുതാൻ കഴിയില്ല, ബുക്ക് പോലും ഇല്ല എനിക്ക് എന്റെ കയ്യിൽ ആ 4 വർഷം ഒരൊറ്റ നോട്ട്ബുക്ക് ഇല്ല. പക്ഷെ എന്റെ ടീച്ചേഴ്സ് ഒരു തവണ പോലും എന്നെ ചീത്ത പറഞ്ഞില്ല, എന്നോട് പഠിക്കണം എന്ന് പറഞ്ഞില്ല. ഞാൻ ഹോംവർക്ക് ചെയ്യാതെ വരുന്നതിന് എന്നെ പുറത്താക്കിയിട്ടില്ല. ജസ്റ്റ് അവർക്ക് ഞാനൊന്ന് ചിരിച്ചു കണ്ടാൽ മതിയായിരുന്നു. പഴയ സന്തോഷത്തോടെ, പഴയ കണ്ണിൽ ആ കുറുമ്പ് കാണണമെന്നായിരുന്നു അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട്സിന്റെ കാര്യം പറയുകയാണെങ്കിലും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് മൈ ബെസ്റ്റ് ഫ്രണ്ട് മിസ്രിയ. ആ 6ാം ക്ലാസ് മുതൽ ഞാൻ ഡിപ്രഷനിലേക്ക് എത്തിയ സമയം മുതൽ 10ാം ക്ലാസ് ഞാൻ കഴിഞ്ഞ സ്കൂളിൽ നിന്ന് പോരുന്നവരെ അവളാണ് എൻ്റെ അടുത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ എല്ലാ വാശിയും ദേഷ്യവും സഹിച്ച് എൻ്റെ കൂടെ ഇരുന്നു. മാത്രമല്ല അവൾ എപ്പോഴും എനിക്ക് സപ്പോർട്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്താലും അവൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അവളൊരു വലിയ സപ്പോർട്ട് തന്നെയായിരുന്നു. അവള് കാരണമാണ് ഒരു പക്ഷെ ഞാൻ ഇന്ന് എവിടെയെങ്കിലും ഒക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ അവൾക്ക് വലിയൊരു പങ്കുണ്ട്. റസ്മിൻ, ഈ ആർട്ടിലേക്കും ഡൂഡിലേക്കും ഒക്കെ എത്തിയ കഥ പറഞ്ഞപ്പോ അതിൽ ആക്ച്വലി ചെറിയ പ്രായം മുതലേ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നോ, അതോ ഒരു പെട്ടെന്നൊരു ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ പലതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ തുടങ്ങിയതോ? ഒരിക്കലും അല്ല. ഏതൊരു പെൺകുട്ടിക്കും പണ്ട് ചെറുപ്പം കാലത്ത് ലൈക്ക് വരക്കാനും അതുപോലെ ക്രാഫ്റ്റും കളർ കൊടുക്കാനും ഒക്കെ ഒത്തിരി അധികം ഇഷ്ടമായിരിക്കും. പക്ഷെ എൻ്റെ കുഞ്ഞില് മുതലേ ഞാൻ ഡിപ്രഷനിൽ വന്നതുകൊണ്ട് എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും ഞാൻ തന്നെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഈ കാലയളവിൽ. ഒന്നും, ഒരു പെൻസിലോ ഒരു സ്കെയിലോ അല്ലെങ്കിൽ ഒരു കളർ പെൻസിലോ എൻ്റെ കൈ കൊണ്ട് ഞാൻ തൊട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു 4 വർഷം അല്ലെങ്കിൽ എൻ്റെ ചൈൽഡ്ഹുഡ് ഞാൻ ഒട്ടും തന്നെ എൻജോയ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ പണ്ടെപ്പോഴും മറന്നുപോയ ഇഷ്ടങ്ങളൊക്കെ എനിക്ക് പൊടിതട്ടി എടുക്കണമായിരുന്നു. അതിലൂടെ എനിക്ക് സന്തോഷം കണ്ടെത്തണമായിരുന്നു. ഞാൻ എന്നോ മറന്നു തുടങ്ങിയതൊക്കെ എനിക്ക് വീണ്ടും വേണം തോന്നിയിരുന്നു. അങ്ങനെയാണ് ഞാൻ അതിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ട്, എന്റെ ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് കളർ പെൻസിലും ഒക്കെ ഞാൻ തൊടുന്നത് 10ാം ക്ലാസ്സിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് കയ്യിലൊരു കളർ ബ്രഷ് തൊടുന്നത് 10ാം ക്ലാസ്സിൽ നിന്നാണ്. ഈ ഇൻസ്റ്റാഗ്രാം ഐഡിയ എങ്ങനെയാണ്? സ്വന്തമായിട്ട് തോന്നിയതാണോ അതോ ഈ ക്രാഫ്റ്റ്സും ഡൂഡിൽസും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു പേജ് തുടങ്ങി അതുവഴി ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ള ഒരു ഐഡിയയിൽ തുടങ്ങിയതാണോ? ആക്ച്വലി എൻ്റെ ഇൻസ്റ്റഗ്രാമിലെ കഥ അങ്ങനെയല്ല. സോഷ്യൽ മീഡിയ ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ഉപ്പയുടെ വീടുമായിട്ടുള്ള ബന്ധം ഞാൻ അവസാനിപ്പിച്ചതിന് ശേഷം എനിക്ക് അവിടെ എൻ്റെ കസിൻസ് ആയിട്ടോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ല. പെട്ടെന്നൊരു ദിവസം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിട്ട് പിന്നീട് ഞാൻ അതേക്കുറിച്ചൊന്നും അറിയുന്നില്ല, അവരെക്കുറിച്ചൊന്നും അറിയുന്നില്ല. അവിടെ എന്നെ സ്നേഹിച്ചിരുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു, എനിക്ക് ഭക്ഷണം തന്നിരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പൊ അവരെക്കുറിച്ചൊന്നും ഞാൻ അറിയുന്നില്ല. അപ്പൊ അവരെക്കുറിച്ച് അറിയാൻ വേണ്ടി, അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം ഫേസ്ബുക്ക് തുടങ്ങുന്നത്. അവിടുന്ന് അങ്ങോട്ട് ഫേസ്ബുക്കിൽ ആക്റ്റീവായി. പക്ഷെ അപ്പോഴേക്കും ഇൻസ്റ്റഗ്രാം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ തേടി പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇൻസ്റ്റഗ്രാം തുടങ്ങുന്നത്. പിന്നീട് ആ ഐഡി ഞാൻ ക്രാഫ്റ്റിന് ഉപയോഗിക്കുകയാണ് ചെയ്തത്. ആദ്യത്തെ കത്ത് കിട്ടിയ കഥ എന്ന് പറയാം. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരാളുടെ കയ്യിൽ നിന്നാണ്, ഒരുപാട് ദൂരത്തിൽ നിന്ന് ഒരാളാണ് കത്തയക്കുന്നത്. ഈ കത്തയക്കുന്നത് അതിന്റെ ഒരു ഓർമ്മകളും അതോടുകൂടി എങ്ങനെയാണ് ഈ കത്തുകൾ പല രാജ്യങ്ങളിലേക്ക് അയക്കുന്ന ഒരു ഐഡിയ റസ്മിന് കിട്ടിയത്? എനിക്ക് ഫസ്റ്റ് കത്ത് കിട്ടുന്നത് അമേരിക്കയിൽ നിന്നാണെന്ന് ഞാൻ പറഞ്ഞു. അമേരിക്കയിലെ മെക്സിക്കൻ ലേഡി സാറയാണ് എനിക്ക് കത്ത് അയക്കുന്നത്. അപ്പോൾ അതിവിടെ എത്താൻ വേണ്ടിയിട്ട് ഏകദേശം 3 മാസത്തോളം എടുത്തു. അപ്പൊ എനിക്ക് അറിയില്ല ഈ ഒരു കത്ത് ഇങ്ങോട്ട് എത്താൻ എത്ര സമയം എടുക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ അതിന് മുമ്പ് പോസ്റ്റ് ഓഫീസിൽ പോയിട്ടില്ല, ഒരു കത്ത് പോലും ഞാൻ എഴുതിയിട്ടില്ല, കത്ത് എനിക്ക് വന്നിട്ടില്ല. അപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാ ഇതിന് എത്ര സമയം എടുക്കും എന്നുള്ളത്. അപ്പൊ ഞാൻ ഒരു 2 ആഴ്ചയൊക്കെ എടുക്കുള്ളൂ എന്ന് കരുതി. ഒരു 2 ആഴ്ച കാത്തുനിന്നു, കത്ത് ഇവിടെ എത്തിയില്ല. അപ്പൊ ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് അന്വേഷിച്ചു, എന്റെ അഡ്രസ്സിൽ ഇങ്ങനെ ഒരു കത്ത് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കുകയുണ്ടായി. അപ്പൊ അവർ പറഞ്ഞു, ഇല്ല, ഇങ്ങനെ ഒരു കത്ത് വന്നിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അഥവാ ഇങ്ങനെ വരികയാണെങ്കിൽ ഇതാണ് എന്റെ പേര്, ഇതാണ് എന്റെ ഫോൺ നമ്പർ, ഇതിലേക്ക് വിളിച്ച് പറയണം, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് എത്തിച്ചു തരണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോന്നു. പിന്നെ ഞാൻ ഒരുപാട് കാത്തിരുന്ന ശേഷമാണ് ആ കത്ത് എനിക്ക് കിട്ടുന്നത്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടോട്ടലി ഡിഫറെന്റ്. കാരണം
ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത, ഒന്നും അറിയാത്ത ഒരാള് എനിക്കൊരു കത്തയക്കുകയാണ്. അതിന്റെ ഒരു ഗ്രീറ്റിംഗ് കാർഡ്, ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. അപ്പൊ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര സന്തോഷമായിരുന്നു. പുതിയ രാജ്യത്തെ സ്റ്റാമ്പാണ്. ഞാൻ എനിക്കിതുവരെ അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എനിക്കിത് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ കരുതി ഓക്കെ, എനിക്ക് ഈ ഹാപ്പിനെസ് ഇനിയും വേണം. ഇതിൽ എനിക്ക് കുറച്ചും കൂടെ ക്രാഫ്റ്റിനേക്കാളും ന്യൂഡിലിനേക്കാളും ഹാപ്പിനെസ് കണ്ടെത്താൻ കഴിഞ്ഞ എനിക്ക് ഇനി ഇത് കുറച്ചും കൂടെ വേണം എന്ന് തോന്നി. അപ്പൊ ആദ്യത്തെ ഒരു 1-2 കത്തുകൾ അയച്ച് ഞാൻ ഫ്രണ്ട്സിനെ കണ്ടെത്തിയപ്പോൾ ഉമ്മയും വീട്ടുകാരും എല്ലാവരും സപ്പോർട്ട് ചെയ്തു. കാരണം പുതിയ രാജ്യമാണ്, പുതിയ ആളുകളാണ്, പുതിയ സ്റ്റാമ്പാണ്, എല്ലാവരും ഹാപ്പി ആയിരുന്നു. പക്ഷെ ഇതിങ്ങനെ സ്ഥിരമായിട്ട് എനിക്ക് കത്തുകൾ വരാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര പ്രോബ്ലം ആയി. വീട്ടിലും നാട്ടിലും ഒക്കെ പ്രശ്നമായി. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ ഇത്? ഇത്തരത്തിലൊക്കെ ചെയ്ത ഭ്രാന്താണെന്നാണ് പറയുക. ആക്ച്വലി അവളൊരു 18 വയസ്സായ പെൺകുട്ടിയാണ്. അല്ലെങ്കിൽ അന്ന് എനിക്ക് 16 വയസ്സാണ്. 16 വയസ്സായ പെൺകുട്ടിയാണ്. കുറച്ചും കൂടെ കഴിഞ്ഞാൽ കല്യാണമൊക്കെ വരും. അപ്പൊ ആളുകൾ എന്താ പറയാ, ഇങ്ങനെ കത്തഴിച്ച് ഭ്രാന്ത് കാണിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടി ആര് കല്യാണം കഴിക്കാനാണ്? ഇത്തരത്തിലുള്ള ഒരുപാട് കമന്റ്സ് ആയിരുന്നു എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം എതിർത്തത് നാട്ടുകാരാണ്. അപ്പൊ നാട്ടുകാരെ എതിർത്തപ്പോ വീട്ടുകാരും പേടിച്ചു. ഓക്കെ, ശരിയാണ്, ഇവര് പറയുന്നതൊക്കെ ശരിയാണ്. അപ്പൊ വീട്ടുകാരും സമ്മതിച്ചില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇതെല്ലാം നിർത്തണം എന്ന് പറഞ്ഞ്, എല്ലാം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ ദിവസം ഞാൻ ഉമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞു, ഉമ്മച്ചി എനിക്ക് ഇതിലാണ് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നത്. നിങ്ങൾക്കറിയാം ഞാൻ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് ഇന്ന് ഇവിടെ വരെ എത്തിയത്, ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ എന്തിനാണ് എന്റെ സന്തോഷങ്ങൾ ഇല്ലാതാക്കുന്നത്? ഞാൻ ഇത് ചെയ്തോട്ടെ എന്ന് എന്റെ ഉമ്മച്ചിയോട് ചോദിച്ചു. ഉമ്മച്ചി എസ് എന്നും പറഞ്ഞില്ല, നോ എന്നും പറഞ്ഞില്ല. അങ്ങനെയാണ് പിന്നീട് ഞാൻ കത്തുകൾ അയച്ചു തുടങ്ങുന്നത്. ഞാൻ 42 രാജ്യങ്ങളിൽ നിന്നും കൂടെ സുഹൃത്തുക്കളെ കണ്ടെത്തി. എങ്ങനെയാണ് ഈ കത്തുകൾ അയക്കുന്നത്? ആർക്കാണ് കത്ത് അയക്കുന്നത്? ഇതിനെന്തെങ്കിലും ഒരു ഓർഗനൈസ്ഡ് ഫോം എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഘടനയുണ്ടോ? എങ്ങനെയാണ് അപരിചിതർക്ക് അവരുടെ അഡ്രസ്സ് കണ്ടുപിടിച്ച് ഈ കത്തുകൾ ഇത്രയും രാജ്യങ്ങളിലേക്ക് അയക്കുന്നത്? അതുപോലെ അവർ എങ്ങനെയാണ് തിരിച്ച് റസ്ബിന് കത്തുകൾ അയക്കുന്നത്? ശരിക്കും ഈ ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സോഴ്സ് ഉണ്ട്, ഒരുപാട് ലിങ്കുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്, ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പക്ഷെ ഞാൻ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. കാരണം അത് എത്രത്തോളം സേഫ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ചെയ്തത് ഇൻസ്റ്റഗ്രാമിലൂടെ ഞാൻ ഫ്രണ്ട്സിനെ തപ്പിപ്പിടിച്ചു. ഞാൻ പ്രിഫറൻസ് കൊടുത്തത് എന്നും 13 മുതൽ 23 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കാണ്. ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികളെയാണ് ഞാൻ തെരഞ്ഞത്. അങ്ങനെ ഞാൻ തെരഞ്ഞു പിടിച്ച് ഇവർക്ക് മെസ്സേജ് അയക്കും, എന്നോട് കത്തുകളിലൂടെ സൗഹൃദം സ്ഥാപിക്കാൻ, ഒരു റെഗുലർ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ താല്പര്യം ഉണ്ട് എന്ന് പറയുന്നവർക്ക് ഞാൻ എന്റെ ബയോഡാറ്റ കൊടുക്കും. ലൈക്ക് എനിക്ക് എന്തൊക്കെയാണ് ഇഷ്ടം, ഏതൊക്കെ കളറാണ് എനിക്ക് ഏറ്റവും പ്രിഫറൻസ്, ഞാൻ എന്താണ് ഈ കത്തിലൂടെ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്താണ് സൗഹൃദമാണ് ആഗ്രഹിക്കുന്നത്, ഇത്തരത്തിലുള്ള ഒരു ബയോഡാറ്റ ഞാൻ കൊടുക്കും. അങ്ങനെ അവര് തിരിച്ചും തരും. അതൊക്കെ കഴിഞ്ഞിട്ട് 2 ദിവസമൊക്കെ ചാറ്റ് ചെയ്ത് ഒരു ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പിൽ എത്തിക്കഴിയുമ്പോഴാണ് അഡ്രസ്സ് കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ ഇൻസ്റ്റഗ്രാം വഴി യാതൊരു തരത്തിലുള്ള ബന്ധം ഉണ്ടാവില്ല, കത്തുകളിലൂടെ ആയിരിക്കും. അത് വരുമ്പോ വരും, പോകുമ്പോ പോകും എന്ന് പറയുന്ന രീതിയിലാണ് നടക്കുന്നത്. റസ്ബിനെ ഏറ്റവും വിസ്മയിപ്പിച്ച കത്തുകൾ, ഇപ്പൊ സാറയുടെ കത്ത് വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന് കിട്ടിയ ഒരു കത്താണ്. അതുപോലെ വിസ്മയിപ്പിച്ച കത്തുകളൊക്കെ ഉണ്ടോ? ഒരുപാടധികം ഉണ്ട്. ആക്ച്വലി എനിക്ക് പുറത്തുനിന്ന് വന്ന കത്തിനേക്കാളും ഈ അടുത്ത കാലത്ത് എനിക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു കത്ത് വന്നു, നമ്മുടെ നാട്ടിൽ നിന്ന്. എന്നെ കുറിച്ച് ഉറുദുവിൽ വന്ന ഒരു ന്യൂസ് കണ്ടിട്ട് മഹാരാഷ്ട്രയിൽ ഒരു പെൺകുട്ടി എനിക്ക് കത്തയക്കുകയാണ് ചെയ്തത്. അവൾ എന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചത് ഗൂഗിളിൽ നിന്നാണ്. അപ്പോ എന്നോട് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ ചോദിക്കാതെ നിങ്ങൾക്ക് കത്തയച്ചതിന് എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഒരു തവണയെങ്കിലും കത്തിന്റെ എക്സ്പീരിയൻസ് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആർക്കയക്കും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കത്തയച്ചത്. തീർച്ചയായിട്ടും നിങ്ങളുടെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയേ കത്തിലുണ്ടായിരുന്നുള്ളൂ. അപ്പം എന്നെ സ്നേഹിക്കുന്ന, ഞാൻ അറിയാത്ത ആളുകൾ ഒരുപാടധികം പേരുണ്ടെന്ന് ആ ഒരു കത്തിലൂടെ എനിക്ക് മനസ്സിലായി. അതെന്നെ വല്ലാതെ സന്തോഷിപ്പിച്ച ഒരു കാര്യമായിരുന്നു. ഇവിടെ ഇന്ത്യയിൽ മഹാരാഷ്ട്രയിൽ നിന്നാണ് ആ കത്ത് വന്നത്. റസ്ബിൻ, നമ്മൾ ഈ കത്തെഴുതുന്ന ശീലമൊക്കെ ആളുകൾ മറന്നല്ലോ. പ്രത്യേകിച്ച് മലയാളികൾ ഇപ്പം പോസ്റ്റ് ഓഫീസിൽ ചെല്ലുന്നത് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ റസ്ബിൻ ഈ കത്തുകളുമായിട്ടൊക്കെ പോസ്റ്റ് ഓഫീസിൽ ചെല്ലുമ്പോൾ അവരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ആദ്യമായിട്ട് ഞാൻ കത്തുകളും കൊണ്ട് പോസ്റ്റ് ഓഫീസിൽ ചെന്ന സമയത്ത് പോസ്റ്റ്മാൻ പറഞ്ഞു, ഓക്കെ എന്താണിത്, ഇന്നത്തെ കാലത്ത് ലൈക്ക് എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ അവർക്ക് കാര്യം പറഞ്ഞു കൊടുത്തു. അന്ന് എനിക്ക് സാറ മാത്രമേ ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവർ പറഞ്ഞു ഓക്കെ അയക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ കത്ത് അയച്ചു കഴിഞ്ഞ് പിന്നെ ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും ഒരു 4-5 കത്തും കൊണ്ട് വീണ്ടും പോസ്റ്റ് ഓഫീസിലേക്ക് വന്നപ്പോ അവര് വീണ്ടും അത്ഭുതപ്പെടുകയാണ്. അവര് ചോദിക്കുകയാണ്, നിന്റെ വീട്ടിലൊന്നും പറയില്ലേ, ലൈക്ക് ഇത്രയും കത്തുകളൊക്കെ എന്തിനാണ് അയക്കുന്നത്, ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ചെയ്യും? അവിടെ ആകെ വരുന്നത് പോസ്റ്റ് ഓഫീസ് വഴി ബാങ്കിങ് നടക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫോംസും അപേക്ഷകളും ഒക്കെ സ്വീകരിക്കാനും അത് കൊടുക്കാനും വേണ്ടി മാത്രമാണ് ആളുകൾ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോൾ അവർ ആദ്യം ഒന്ന് അന്താളിച്ചെങ്കിലും പിന്നീട് ഇത് സ്ഥിരം ഒരു പരിപാടിയായി കഴിഞ്ഞപ്പോൾ അവർക്ക് ഇത് ഓക്കെ എന്നുള്ളതായിരുന്നു. പിന്നീട് മീഡിയയിലൊക്കെ എന്റെ ന്യൂസുകൾ കണ്ടപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ഒരു എംപ്ലോയി എനിക്ക് മെസ്സേജ് അയക്കേണ്ടായി.
അവരിങ്ങനെയാണ് പറഞ്ഞത്, ഇപ്പോഴാണ് കേരളത്തിൽ പോസ്റ്റൽ സർവീസ് ഉണ്ട് എന്നുള്ളത് ആരെങ്കിലും ഒന്ന് അറിഞ്ഞത് എന്ന് പറയുകയുണ്ടായി. അപ്പൊ അത്രയും അവരാദ്യം എക്സൈറ്റഡ് ആയിരുന്നു, പിന്നീട് അവർക്ക് നോർമൽ, ഓക്കെ ഇത് ഇവിടെ സ്ഥിരം ചെയ്യുന്ന പരിപാടിയല്ലേ എന്നൊരു മൂഡായി. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം പഠിക്കുകയാണ്, ഇപ്പം 18 വയസ്സ് പൂർത്തിയായി. എന്തൊക്കെയാണ് റസ്മിന്റെ ഭാവി പരിപാടികൾ? ഇതൊക്കെയൊന്ന് പറയുമോ? എനിക്ക് സൈക്കോളജിയിൽ ഡിഗ്രി എടുക്കണം എന്നാണ് ആഗ്രഹം. കാരണം എന്നെപ്പോലെ ഒരുപാട് കുട്ടികളുണ്ടാവും പ്രശ്നങ്ങളായി കഴിഞ്ഞ ശേഷം ഒരാൾ ചേർത്ത് നിർത്തിയാൽ അല്ലെങ്കിൽ ഒരാളൊന്ന് സമാധാനിപ്പിച്ചാൽ ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ അത്തരം ആളുകളില്ലാത്തത് കൊണ്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ അടച്ചുകൂടി ജീവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരൊന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് എനിക്ക് സൈക്കോളജിയിൽ ഡിഗ്രി എടുക്കണം എന്നാണ്. പിന്നെ ഈ ക്രാഫ്റ്റും ലെറ്റർ റൈറ്റിംഗ്സ് ഒക്കെ ഇതിന്റെ ഇടയിലൂടെ ഇങ്ങനെ സൈഡായിട്ട് പോകണം എന്നുണ്ട്. റസ്മിനെ കുറിച്ച് മീഡിയയിൽ ഒരുപാട് വാർത്തകൾ വന്നു. ഞാനിപ്പോ ഗൂഗിൾ നോക്കുമ്പോൾ റസ്മിനെ കുറിച്ച് ഉള്ള ആർട്ടിക്കിൾസ് ഒക്കെ ഒരുപാട് കാണുന്നുണ്ട്, വീഡിയോസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മലയാള മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വന്നതിന് ശേഷം ഈ ഒരു ബന്ധുക്കൾ അല്ലെങ്കിൽ നാട്ടിലുള്ള ആൾക്കാരുടെ അവരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ഒരു തവണ ഞാൻ ഈ കത്തുകൾ അയക്കുമ്പോഴൊക്കെ എന്നെ പുച്ഛിച്ചിട്ടുള്ള, പരിഹസിച്ചിട്ടുള്ള, ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് നിനക്ക് ഭ്രാന്താണ്, ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ ഇതെന്നൊക്കെ പറഞ്ഞ് എന്നെ എല്ലാവരുടെ മുന്നിലോട്ട് അധിക്ഷേപിച്ചിട്ടുള്ള എല്ലാവരും ഈ വാർത്തകൾ വന്നതിന് ശേഷം എന്നെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. എന്റെ ക്ലാസ്സിൽ പോലും ഞാൻ കയറി ചെല്ലുമ്പോൾ കത്തെഴുതുന്നത് അതേ വട്ടുപെണ്ണ് കാര്യമായിരുന്നു എന്നാണ് പറയാറുണ്ടിരുന്നത്. അവര് തന്നെ അവരുടെ വാട്സപ്പിലെ സ്റ്റാറ്റസും ഇൻസ്റ്റഗ്രാമിലെ സ്റ്റോറി ആക്കിയിട്ട് എന്റെ കത്തുകളെ കുറിച്ച് വന്ന ന്യൂസ് പേപ്പറിൽ കട്ടിങ്സ് ഇടുമ്പോൾ ഐ എം സോ ഹാപ്പി. ആൻഡ് അവരും ഭയങ്കര പ്രൗഡായിരുന്നു, എന്റെ ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും ഇത് ഷെയർ ചെയ്യുമായിരുന്നു. ഇതുകളിലൂടെ ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാല്, നമ്മളെ പുച്ഛിക്കുന്നവരും പരിഹസിക്കുന്നവരൊക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു ദിവസം വരും. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അവർ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ആ ഒരു ദിവസമാണ്, ആ ഒരു മൊമെന്റാണ് നമ്മൾ മിസ്സാക്കുന്നത്. അതാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം. നമ്മൾ ആ ഒരു മൊമെന്റാണ് ആരെങ്കിലും വേണ്ടി ആരൊക്കെയോ പറയുന്നത് കേട്ട് നമ്മൾ മിസ്സാക്കുന്നത്. അപ്പോ റസ്മിൻ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ അവഹേളിക്കുന്ന സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ നെഗ്ലക്ട് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ നമ്മുടെ സന്തോഷം സ്വയം കണ്ടെത്തുന്ന ഒരു സമയം വരികയും അതുപോലെയുള്ള ഒരുപാട് അവസരങ്ങൾ ജീവിതത്തിൽ വരട്ടെ. എല്ലാ നന്മകളും റസ്മിനുണ്ടാവട്ടെ. ഈ കത്തെഴുതുന്ന ഈ ഒരു ഹോബി അല്ലെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റി ഇനിയും ഒരുപാട് വർഷങ്ങൾ തുടരാൻ ദൈവം ഇടയാക്കട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. മലപ്പുറത്തെ അരീക്കോട് നിന്ന് റസ്ബിൻ അബ്ബാസാണ് നമ്മളോട് സംസാരിച്ചത്. നഷ്ടപ്പെടുമായിരുന്ന ജീവിതത്തെ റസ്ബിൻ തിരികെ പിടിച്ചത് പുതിയ കാലത്തിന് അന്യമായ കത്തെഴുത്തിലൂടെയാണ്. 43 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് അവർ കത്തയക്കുന്നു. അത്രയും രാജ്യങ്ങളിൽ നിന്ന് അവരുടെ മേൽവിലാസത്തിൽ കത്തുകൾ എത്തുകയും ചെയ്യുന്നു. കത്തുകൾ സാഹിത്യത്തിൻ്റെ ഭാഗമായ ഒരു ചരിത്രം തന്നെ നമുക്കുണ്ട്. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ഇന്ദിരാ പ്രിയദർശിനിക്ക് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ലോകത്തിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രത്തെക്കുറിച്ചും പല രാജ്യത്തെ സംസ്കാരങ്ങളെയും പരിചയപ്പെടുത്താനായി അയച്ച കത്തുകളാണ്. കത്ത് പാട്ടുകൾ എന്ന ഒരു ഗാനശാഖ തന്നെയുണ്ട് നമുക്ക്. കത്തുകളെക്കുറിച്ച് കവികളും ഗാനരചയിതാക്കളും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. റസ്മിൻ അബ്ബാസ് അവരുടെ കഥ പറഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം, നമുക്ക് ആ പഴയ ശീലം ഒന്നുകൂടി പുറത്തെടുത്താലോ? നമുക്കിഷ്ടപ്പെട്ടവർക്ക് വേണ്ടി വീണ്ടും ഒരു കത്തെഴുതി തുടങ്ങിയാലോ? നിങ്ങൾക്കും അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? അങ്ങനെയാണെങ്കിൽ ആ തീരുമാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും മനോഹരമായ ആ കത്തുകളെക്കുറിച്ചോ പോഡ്കാസ്റ്റ് ബൈ അരബിൻ ചന്ദ്രശേഖറിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയോ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയോ പങ്കുവെക്കുക കൂടി ചെയ്യുക. അതോടൊപ്പം ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും പങ്കുവെക്കാവുന്നതാണ്. എപ്പിസോഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വോയിസ് മെസ്സേജായും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി.